ഹെലികോപ്റ്റർ പറന്നു പോകുന്നത് കാണാൻ പറ്റുമോ എന്നറിയില്ല. എന്തായാലും മലമുകളിലൂടെ ഹെലികോപ്റ്റർ ഇങ്ങനെ മുകളിലേക്ക് കേദാർനാഥിലേക്ക് ഹെലികോപ്റ്റർ പോകുന്നത് കാണാം. ഇന്ന് നമ്മൾ ഗുപ്തകാശിയിലെ വിശ്വനാഥ ക്ഷേത്രവും ആണ് സന്ദർശിക്കുന്നത്. ആ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയുടെ ഒരുക്കത്തിലാണ് നമ്മൾ. ആ ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ഈ എപ്പിസോഡിൽ പങ്കുവയ്ക്കുന്നത്. ഉത്തരാഖണ്ഡിലെ രുദ്രപ്രയാഗ് ജില്ലയിലെ ഗർവാൾ ഹിമാലയത്തിലെ കേദാർഖണ്ഡില് 1319 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ പട്ടണമാണ് ഗുപ്തകാശി. ഈ ഗുപ്തകാശിയിലെ മനോഹരമായ പ്രഭാത ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഞങ്ങളിപ്പോൾ ഇതാ വിശ്വനാഥ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലാണ്. ഈ ഗുപ്തകാശി പട്ടണത്തിൽ നിന്ന് ഏകദേശം 2-2.5 കിലോമീറ്റർ അകലെയാണ്. അവിടെ നമുക്ക് നമ്മുടെ ബസ്സിൽ പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേക ഒരു ജീപ്പ് പിടിച്ചാണ് അങ്ങോട്ട് പോകുന്നത്. ബസ്സിൽ പോകാൻ കഴിയാത്തത് ഇടുങ്ങിയ റോഡ് ആയതുകൊണ്ട് നമ്മുടെ വലിയ ബസ് അങ്ങോട്ട് പോകില്ല. പോയാൽ തന്നെ അവിടെ നിന്ന് തിരിച്ചു വരാനും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ചെറിയ ജീപ്പ് പിടിച്ചാണ് നമ്മൾ പോകുന്നത്. മഴയുണ്ട്, അതുപോലെ മഞ്ഞുമുണ്ട്. അങ്ങനെയുള്ള മനോഹരമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ഈ ഗുപ്തകാശിയിലെ വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. രുദ്രപ്രയാഗ് ജില്ലയിലെ ഗുപ്തകാശി പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രം തന്നെയാണ്. നിരവധി ഐതിഹ്യങ്ങൾ ഈ ക്ഷേത്രത്തെ കുറിച്ചുണ്ട്. എന്തായാലും നമ്മൾ ആ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിലെ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഹിമാലയ ശൃംഗങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇടുങ്ങിയ റോഡിലൂടെ മഴയും മഞ്ഞും മൂടിയ വളരെ ഒരു സുഖകരമായ അന്തരീക്ഷം. തണുപ്പും ഉണ്ട്, എന്നാൽ കാഴ്ചയ്ക്ക് മനോഹരമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് നമ്മളിപ്പോൾ ഗുപ്തകാശിയിലെ വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായ ഒരു ദൃശ്യം. നമ്മൾ ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞു. ക്ഷേത്രം ഈ ഗുപ്തകാശിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ്. ഗുപ്തകാശിയിലെ വിശ്വനാഥ ക്ഷേത്രമാണ്. വിശ്വനാഥ ക്ഷേത്രം, ഗുപ്തകാശി. ഗുപ്തകാശിയിലെ ഈ വിശ്വനാഥ ക്ഷേത്രത്തിന് പ്രധാനമായിട്ടും ഒരു പ്രത്യേക സാമ്യമുണ്ട്. അതായത് കാശി വിശ്വനാഥ ക്ഷേത്രവുമായി വ്യക്തമായ ഒരു ദൃശ്യ സാമ്യമുണ്ട് ഈ ക്ഷേത്രത്തിന്. രണ്ട് ക്ഷേത്രങ്ങളുടെയും പേരുകൾ തമ്മിലുള്ള സാമ്യത്തിന് കാരണം ഒരുപക്ഷെ ഈ ക്ഷേത്രങ്ങളുടെ സാമ്യം തന്നെ ആയിരിക്കാം. ഇതിനു പുറമെ പഞ്ചകേദാരങ്ങളുടെയും ഛോട്ടാ കേദാർനാഥിന്റെയും ക്ഷേത്ര ശൃംഖലയെ രൂപപ്പെടുത്തുന്ന രുദ്രപ്രയാഗിലെ രുദ്രക്ഷേത്ര കൂട്ടായ്മയുടെ ഭാഗവുമാണ് ഈ വിശ്വനാഥ ക്ഷേത്രം. മാത്രമല്ല ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു, ക്ഷേത്രത്തിന്റെ പുരാണം പ്രാധാന്യം വളരെ വലുതാണ്. പ്രധാനമായിട്ടും ഐതിഹ്യങ്ങൾ പലതുണ്ട്. ശിവൻ പാർവതിയെ വിവാഹ അഭ്യർത്ഥന നടത്തിയ സ്ഥലമാണിത് എന്നൊരു വിശ്വാസമുണ്ട്. ഇത് ക്ഷേത്രത്തിന് മുന്നിലെ മണികർണിക കുണ്ട് എന്ന ഒരു ചെറിയ കുളമാണ്. ഈ കുളത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഗംഗാ നദിയുടെയും യമുനാ നദികളെയും പ്രതിനിധീകരിക്കുന്ന 2 നീരുറവകൾ ഈ ക്ഷേത്രത്തിന്റെ കുളത്തിലേക്ക് വന്ന് വീഴുന്നത് നമുക്ക് കാണാം. കവാടത്തിന് മുന്നിൽ, ക്ഷേത്രത്തിന്റെ കവാടത്തിന് മുന്നിലാണ് ഈ മണികർണിക കുണ്ടുള്ളത്. യമുനയിലെ നീരുറവ വെള്ളം ഒരു ഗോമുഖിയിൽ നിന്നും വരുന്നു. അതുപോലെ ഗംഗാ നീരുറവ അതുപോലെ വരുന്നുണ്ട്. എന്തായാലും ആനയുടെ തുമ്പിക്കൈയിൽ നിന്നുമാണ് ഇത് വരുന്നത് എന്നുള്ളതുണ്ട്. എന്തായാലും ഈ ക്ഷേത്രത്തിൽ ഭക്തരെത്തുമ്പോൾ അവിടെ പ്രത്യേക പിണ്ടതർപ്പണ ചടങ്ങുകളുമൊക്കെ നടക്കാറുണ്ട്. നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ ടീമിൽപ്പെട്ട പലരും ഈ ക്ഷേത്രത്തിൽ, അതായത് ഈ വിശ്വനാഥ ക്ഷേത്രത്തിലെ ഗുപ്തകാശിയിലെ വിശ്വനാഥ ക്ഷേത്രത്തിലെ ഈ തർപ്പണ ചടങ്ങുകളെല്ലാം, ബലിതർപ്പണ ചടങ്ങുകളെല്ലാം പങ്കെടുത്തു. ഒരു പ്രത്യേകതരം ചടങ്ങ് രീതിയാണ്. നമ്മൾ നാട്ടിൽ കാണുന്നത് പോലുള്ള ഒരു ബലിതർപ്പണ ചടങ്ങൊന്നുമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം തന്നെ നമ്മുടെ ടീമിൽപ്പെട്ട ഇവരെല്ലാം ഈ ഇരിക്കുന്നത് നമ്മുടെ ടീമിന്റെ ലീഡറാണ് പ്രകാശാണ് നമ്മുടെ എല്ലാം ലീഡറായിട്ട് ഈ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നതും കാര്യങ്ങൾ പറഞ്ഞു തരുന്നതും. അദ്ദേഹം നമ്മളെല്ലാം ക്ഷേത്രത്തിലേക്ക് പറഞ്ഞു വിട്ടിട്ട് ഒരറ്റത്ത് എങ്ങനെ വിശ്രമിച്ചിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. നമ്മൾ ഈ കാണുന്നത് ഗുപ്തകാശിയിലെ വിശ്വനാഥ ക്ഷേത്രത്തിന്റെ ദൃശ്യങ്ങളാണ്.
ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ കൂട്ടത്തിൽ വന്ന നമ്മുടെ ടീമംഗങ്ങൾ ഇവരെല്ലാം നമ്മുടെ ടീമിൽ പെട്ടവരാണ്. അവർ മഴയുണ്ടായിരുന്നത് കൊണ്ടാണ് ചെറിയ കോട്ടുകൾ, മഴക്കോട്ടുകൾ അണിഞ്ഞിരിക്കുന്നത്. വന്ന ഭാഗത്ത് ചെറിയ മഴയുണ്ടായിരുന്നു, മഴ നനഞ്ഞാണ് വന്നത്. എന്നാൽ ക്ഷേത്രത്തിൽ വന്ന് അവിടുത്തെ ചില തർപ്പണ ചടങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദിയിലാണ് മന്ത്രങ്ങളെല്ലാം ചൊല്ലുന്നതും ഏറ്റു ചൊല്ലേണ്ടതും. എന്തായാലും അതെല്ലാം ഞാനൊന്ന് പകർത്തി. അവിടുത്തെ ചില രീതികളും അവരുടെ ആചാരങ്ങളും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ആ വിശ്വാസത്തിൽ മനസ്സ് അർപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ടീം അംഗങ്ങൾ ഈ തർപ്പണത്തിൽ പങ്കെടുക്കുന്നത്. അതിന്റെ ചില ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. सबसे बड़े पितृ देवता होते हैं, उनका स्मरण करके अयोध्या मथुरा माया काशी का दैवंतिका पूरी कारा देखे वो बोलो सत्य ते मोक्षदायक, सत्य ते मोक्षदायक, सत्य ते ये अगला सुनना है, सत्य ते मोक्षदायक, सत्य ते मोक्षदायक, सत्य ते मोक्षदायक, सत्य ते मोक्षदायक, सत्य ते मोक्षदायक। अम्मा अम्मा इधर से दोनों हाथ से ऐसा आइस में लगाना, पहले आइस में लगाना, फिर अपने ऊपर छींटा देना, अयोध्या ऐसा छींटा देना, इधर से फिर निकालना, 3 दफे निकालना, सभी टाइम पे हाँ अपने पूरे शरीर में छींटा लगाना है। ഇവിടെ പ്രധാന ശ്രീകോവിലിൽ ശിവന്റെയും അർദ്ധനാരീശ്വരന്റെയും ഭാര്യയായ പാർവതിയുടെയും അത് ആൺ പെൺ രൂപങ്ങളുണ്ട്. കാലഭൈരവന്റെയും നന്ദിയുടെയും വിഗ്രഹങ്ങളും ഈ ക്ഷേത്രത്തിന് മുന്നിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആകർഷകമായ വിഗ്രഹത്തിന് പുറമെ സ്വസ്തിയുടെ ചിഹ്നവും കാണാം. എന്തായാലും വിഗ്രഹത്തിന് സ്വസ്തികയുടെ ചിഹ്നവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ വളരെ പുരാതനമായ ഒരു നിർമ്മിതിയാണ് ഈ ക്ഷേത്രത്തിൽ ഉള്ളത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു പിന്നെ മണികർണിക കൊണ്ട് കാണും. ഇവിടെ നമ്മൾ പലയിടത്തും ക്ഷേത്രത്തിൽ ഇങ്ങനെ ചില അഘോരി സന്യാസിമാർ ഇരിക്കുന്നത് കാണും. അവരെ ഇവിടെ എത്തുന്ന പലരും അവരിൽ നിന്നും അനുഗ്രഹമാകുന്നതും നമ്മൾ കണ്ടതാണ്. അത്തരത്തിലുള്ള ചില അനുഗ്രഹങ്ങൾ വാങ്ങുന്ന ചില ദൃശ്യങ്ങൾ ഞാൻ ചെറുതായിട്ടൊന്ന് പകർത്തിയിട്ടുണ്ട്. ഇങ്ങനെ പല സന്യാസിമാരും ഇവിടെ ഇരിപ്പുറപ്പിക്കുന്നത് കാണാം. ഞങ്ങൾ തിരിച്ച് യാത്രയിലാണ്. ക്ഷേത്ര ദർശനം കഴിഞ്ഞിട്ട് തിരിച്ച് ഗുപ്തകാശിയിലെ നമ്മുടെ പിന്നെ താമസ സ്ഥലത്തേക്ക്, നമ്മുടെ താമസിച്ച സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് വേണം നമ്മളിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടത്. രാവിലെ തന്നെ ക്ഷേത്രത്തിലെത്തി. നമ്മൾ തിരിച്ചു വരുമ്പോഴും മഞ്ഞ് പിന്നെ എൻ്റെ കണങ്ങൾ കൂടിയിട്ടേ ഉള്ളൂ. മഞ്ഞ് കൂടുതൽ മഞ്ഞ് വീഴ്ചയാണ്. മഴയും അത്ര വലുതായിട്ട് ശമിച്ചിട്ടില്ല. എന്നാൽ മനോഹരമായ ആ ദൃശ്യങ്ങൾ വീണ്ടും വീണ്ടും ഞാൻ തിരിച്ചു പോകുന്ന യാത്രയിലും പകർത്തുകയുണ്ടായി. കണ്ണിന് വളരെ ഇമ്പം നൽകുന്ന, വളരെ മനസ്സിന് വളരെ കുളിർമ നൽകുന്ന വളരെ മനോഹരമായ ദൃശ്യമായതുകൊണ്ടാണ് വീണ്ടും ഞാൻ പകർത്തിയത്. പക്ഷേ കൂടുതൽ പകർത്താൻ നമുക്ക് എത്ര പകർത്തിയാലും തീരാത്ത, മനസ്സിന് മടിപ്പ് തോന്നാത്ത ഒരു തരം രീതിയാണ്. എന്തായാലും ഞങ്ങൾ തിരിച്ച് ഗുപ്തകാശി പട്ടണത്തിലേക്കാണ് പോകുന്നത്. ഗുപ്തകാശിയിൽ ഏകദേശം നമ്മൾ പട്ടണത്തിനടുത്ത് അകത്ത് എത്തിക്കഴിഞ്ഞു.
ഗുപ്തകാശി പട്ടണ ഒരു ഗ്രാമത്തിലൂടെയാണ് ഈ യാത്ര. ഗുപ്തകാശി വിശ്വനാഥ ക്ഷേത്ര ദർശനം കഴിഞ്ഞുള്ള വരവാണ്. ഗുപ്തകാശി വിശ്വനാഥ ക്ഷേത്ര ദർശനം കഴിഞ്ഞുള്ള മടങ്ങി വരവാണ്. ഗുപ്തകാശി എത്ര പറഞ്ഞാലും മതിവരാത്ത പ്രകൃതി ദൃശ്യമാണ് ഗുപ്തകാശിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്, അനുഭവിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് വീണ്ടും ആവർത്തിച്ചത് ചിത്രീകരിച്ചിരിക്കുന്നത്. എന്തായാലും നമ്മൾ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മനസ്സ് വളരെ ശാന്തമായ സായുജ്യം അടഞ്ഞ ഒരു വിശ്വനാഥനെ കണ്ട്, അർദ്ധനാരീശ്വരനെ കണ്ട്, അവിടുത്തെ മണികർണികാ കുണ്ടിലെ ജലത്തിൽ നിന്നും ഒന്നെടുത്ത് അത് നെറുകയിൽ ചാർത്തി, അങ്ങനെ വളരെ മനസ്സ് കുളിർന്ന, അന്തരീക്ഷവും കുളിർന്നിരിക്കുന്നത് പോലെ തന്നെ മനസ്സും കുളിർന്ന് ഉള്ളൊരു സായുജ്യത്തിലാണ് നമ്മളിപ്പോൾ നമ്മുടെ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഇനി കേദാർനാഥിലേക്കും അതിനു മുമ്പ് തന്നെ മറ്റൊരു ക്ഷേത്രത്തിലേക്കും പോകുന്നുണ്ട്. ഇവിടെ എല്ലാം പോകുന്നതിന് മുന്നോടിയായിട്ടാണ് നമ്മൾ ഇവിടെ ഗുപ്തകാശിയിൽ വന്നിട്ട് ഈ ക്ഷേത്രത്തിലേക്ക്, വിശ്വനാഥ ക്ഷേത്രത്തിൽ പോയത്. ഇനി ത്രിയുഗി നാരായണൻ ക്ഷേത്രത്തിലേക്ക് പോകാനാണ് ഞങ്ങൾ ഇന്നിപ്പോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ശിവൻ പാർവതി ദേവിയെ വിവാഹം കഴിച്ച സ്ഥലമെന്ന നിലയിലാണ് ഈ ത്രിയുഗി നാരായണ ക്ഷേത്രം. ഇവിടെയാണ് ഞങ്ങൾ നമ്മൾ താമസിച്ച സ്ഥലവും നമ്മൾ യാത്ര ചെയ്ത വാഹനവുമാണിത്. യാത്രാനുഭവങ്ങളും ദൃശ്യങ്ങളും കൂടുതൽ അറിയാൻ ത്രിലോക് ഭാരതി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.